അദ്ദേഹത്തെ കാണുന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. മോദി ഭക്തയാണോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ? നമ്മൾ ഭക്തിക്കണം അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഭക്തിക്ക് ഒരാളെ നമ്മൾ വ്യക്തിപരമായി ഭക്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് സ്നേഹമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ കാണുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അതെ, എനിക്ക് ഒരു നിലപാടിനോട്, എന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും കാണില്ല. ബിജെപിയുടെ പ്രത്യക്ഷത എന്തിനാണ് മാഷേ? ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ വരുന്നത്. ആര് ക്ഷണിക്കുന്നത്? നമുക്കൊരു പൗരനല്ലേ, നമുക്ക് ആവശ്യമില്ലേ? കാണാൻ ആഗ്രഹം വന്ന് കാണാം. അത്രയും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. എന്തൊരു ചൊറിയൻ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. എന്തായാലും കുറുക്കിന് കൊള്ളുന്ന മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രിയങ്ക ചേച്ചി. പുള്ളിക്കാരുടെ നല്ല പുള്ളിക്കാരി വ്യക്തമാക്കി. നരേന്ദ്രമോദി വന്നു, ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ പോയി. ചിലപ്പോൾ ഞാൻ ആ ഏരിയയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണാനായിട്ട് ചിലപ്പോൾ നമ്മളും പോയിന്ന് വരും. അത് ഇത്ര വലിയ ആനക്കാരൊന്നും ആവണ്ട. അതായത് ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറേ മാധ്യമങ്ങൾ, നമ്മൾ കാണികൾ അങ്ങനെ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്നുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ കമന്റ് ഇടുന്നത് ഇതേപോലുള്ള ആൾക്കാർ, ഞാൻ ആളുടെ പേര് പറയുന്നതിലേക്ക് ഒരു കമന്റ്, ഇതേപോലുള്ള കമന്റുകൾ കുറെ. പിന്നെ പ്രിയങ്ക ചേച്ചിയിൽ പറയണ്ടായിരുന്നു വേറെ ഒന്നും ഇതിലില്ല, കാണാൻ വേണ്ടി മാത്രം വേറെ ഒന്നും ഇതിലില്ല. വേറെ ഉണ്ടായാലും എന്താ കുഴപ്പം? വേറെ ഉണ്ടായാലും എന്താ പ്രശ്നം? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. പ്രായത്തില് പ്രിയ ചേച്ചി അദ്ദേഹത്തെ കുറിച്ച് വാചാലയായി പറഞ്ഞില്ല. മറ്റുള്ള സൂപ്പർ സ്റ്റാറുകൾ പറയുന്ന പോലെ അദ്ദേഹം ഹീറോയാണ്, അദ്ദേഹം എന്റെ വഴികാട്ടിയാണെന്നൊന്നും പറഞ്ഞില്ല. ഭാഗ്യം.